മഞ്ജുമൽ ബോയ്സ് ഒക്കെ വേറെ ലെവലില് അവിടെ സ്ഥിരം വിക്രമിന്റെ പടങ്ങൾ മാത്രം ഓടിക്കൊണ്ട് തിയേറ്ററിൽ അടക്കം അത് കയറി കളിച്ചു കൊളുത്തി. ഇപ്പൊ നമ്മള് ഈ പറയുന്ന പോലെ കണ്ടമാനം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആക്ഷൻ പടങ്ങൾക്ക്. അതിനൊക്കെ ഏറ്റവും വലിയ കാര്യം ഈ ബാസിയുടെ ഒക്കെ മഞ്ജുമൽ ബോയ്സ് തന്നെയാണ്. ഞാനത് എടുത്തു പറയാൻ കാരണം പണ്ടൊക്കെ ഞാൻ വിചാരിച്ചിട്ട്, ഞാൻ ചെന്നൈയിൽ ജീവിക്കുന്ന ആളാണ്, പണ്ട് ഞാൻ വിചാരിച്ചിട്ട് നമ്മുടെ പടങ്ങൾക്ക് എന്താണ് ഇവിടെ വലിയ തിയേറ്ററുകളൊന്നും കിട്ടാത്തത്, പ്രത്യേകിച്ച് ഉദയം കോംപ്ലക്സ് അതുപോലുള്ള തിയേറ്ററുകളൊന്നും കിട്ടാറില്ല. ഈവൻ മമ്മൂക്കയുടെ പടമൊക്കെ പണ്ട് നമ്മുടെ പഴശ്ശിരാജയൊക്കെ വന്നപ്പോൾ പോലും അത്ര വലിയ തിയേറ്ററൊന്നും ഇവിടെ കിട്ടിയില്ല. അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ മലയാള പടം അവിടെ കയറിയിട്ട് ഈ മഞ്ജുമൽ ബോയ്സ് ഒക്കെ വേറെ ലെവലില് അവിടെ സ്ഥിരം വിക്രമിന്റെ പടങ്ങൾ മാത്രം ഓടിക്കൊണ്ട് തിയേറ്ററിൽ അടക്കം അത് കയറി കളിച്ചു കൊളുത്തി. അത് നമ്മൾ ആ കൊറോണ കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാരണം മലയാളത്തിന്റെ ലെവൽ എന്താന്ന് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ മനസ്സിലാക്കിയത് കൊറോണ സമയത്ത്. കാരണം എല്ലാവരും ഇരുന്ന് ഈ പടങ്ങൾ കണ്ടപ്പോഴാണ് മലയാള സിനിമയുടെ മഹത്വം മനസ്സിലായത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി ഇനി മലയാളം പടങ്ങൾ വളരെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ട് മറ്റുള്ള ഭാഷകൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 4 ഇൻവെസ്റ്റ് ചെയ്താൽ ഗംഭീര വിജയം കൊയ്യാമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇതുപോലുള്ള പടങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഈ പറയുന്ന നമ്മുടെ പൊങ്കാലയ്ക്ക് വന്നാൽ തന്നെ അതായത് വെറുതെ ഒരു 11 അടി പണ്ട് നമ്മുടെ പടങ്ങളിൽ ഉണ്ടായിരുന്നു. ബാബുവാനിയുടെ പടങ്ങൾ ഉണ്ടായിരുന്നു. ഞാനൊക്കെ 16 ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. കാലത്ത് മുതൽ തുടങ്ങി കഴിഞ്ഞാൽ അനിൽ ബാബുവിന്റെ പടമുണ്ട് സ്ട്രീറ്റ് എന്ന് പറഞ്ഞിട്ട് 16 ഫൈറ്റ് അതിനകത്ത്. അപ്പൊ അതുപോലെയുള്ള ഒരു ഇതല്ല ഇത്. പക്ഷെ ഇതൊരു ഈ കഥയ്ക്ക് വേണ്ടിയുള്ള ഒരു ഇതാണ്. എല്ലാം ഈ പറയുന്ന പോലെ അടിയും ഇടിയും ബഹളമൊക്കെ ആണെങ്കിലും അത് കഥയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ അതിന് അതിൻ്റെതായ ചെലവുണ്ട്.